സ്നേഹനിധികളായ പ്രിയ വിദ്യാർത്ഥികൾക്ക് സനാതനം ബാലപാഠശാലയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മഹത്തായ ഒരു മോട്ടിവേഷൻ സോങ്ങിൻ്റെ 4 വരികളെ പരിചയപ്പെടാം. നാം പലപ്പോഴും കേട്ടതാണ്, എങ്കിലും കൂടുതൽ കേൾക്കേണ്ടതും പഠിക്കേണ്ടതുമാണിത്. ഉദാത്തമായൊരു ലക്ഷ്യം വേണം നമുക്ക് മുന്നേറാൻ, മഹത്വമാർന്നൊരു മാതൃക വേണം നമുക്ക് പിന്തുടരാൻ. മുളയ്ക്കുമപ്പോൾ അഗ്നിച്ചിറകുകൾ അതീവ ശക്തങ്ങൾ, വിദൂര തേജോ ലോകങ്ങളിലും പറന്നു ചെന്നിടാൻ. ഇതാണ് ആദ്യത്തെ 4 വരികൾ. വളരെ മനോഹരമായ, നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന, നമുക്കൊരുപാട് നന്മയുടെ ഉത്തേജനം നൽകുന്നതാണ് ഈ സോങ്. ഇതിൽ ആദ്യത്തെ 4 വരി ഇതാണ്: ഉദാത്തമായൊരു ലക്ഷ്യം വേണം നമുക്ക് മുന്നേറാൻ. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമുക്ക് മുന്നേറണം. നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് സാക്ഷാത്കരിക്കണം. അതിന് നമുക്ക് ലക്ഷ്യം ഉണ്ടാവണം. ലക്ഷ്യം മാത്രം പോരാ, അത് ഉദാത്തവുമായിരിക്കണം. ലക്ഷ്യം എല്ലാവർക്കും ഉണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴും ലക്ഷ്യമുണ്ട്. പക്ഷേ ലക്ഷ്യം ഉദാത്തമാകുന്നത് നല്ല കാര്യങ്ങളിൽ മാത്രമാണ്. ഉദാത്തമായ ലക്ഷ്യം ഓരോ വിദ്യാർത്ഥിക്കും ഉണ്ടാവണം. അത് നമുക്ക് മുന്നേറുവാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ പറയുന്നു, സ്വപ്നം കാണുക. സ്വപ്നം കാണുന്നത് നല്ലതാണ്. പക്ഷെ സ്വപ്നം കാണാൻ നമ്മൾ ഉറങ്ങിയാൽ മതി. ജീവിത ലക്ഷ്യം നമ്മുടെ ഉറക്കിനെ കെടുത്തിക്കളയും. എന്നാൽ ചുമ്മാ സ്വപ്നം കാണുന്നവരെ സംബന്ധിച്ച് അവൻ ഉറങ്ങുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. 2030 ജനുവരി 1-ാം തീയതി ഞാനൊരു IAS കാരനായിരിക്കും എന്നൊരു വിദ്യാർത്ഥി ലക്ഷ്യം തീരുമാനിച്ചു. അത് ലക്ഷ്യമാണ്. കൃത്യമായൊരു ഡേറ്റ് ഉണ്ട്, 2030 ജനുവരി 1. മറിച്ചൊരാൾ സ്വപ്നം കാണുന്നു, എനിക്ക് ഒരു കലക്ടർ ആവണം. അത് കേവലമായ സ്വപ്നമാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യത്തെ നമ്മൾ സെറ്റ് ചെയ്യുക, കൃത്യമായ മാർഗത്തെയും കണ്ടെത്തുക. എന്നിട്ട് ലക്ഷ്യം മറന്നുപോയാലും മാർഗം കൃത്യമാണ് എങ്കിൽ നാം ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും. നമുക്ക് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണം. നമ്മൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എടുക്കുന്ന ട്രെയിനിൽ കയറിയിരുന്നാൽ നമ്മളോട് ഉറങ്ങിപ്പോയാലും നമ്മൾ ലക്ഷ്യത്തെ മറന്നുപോയാലും ട്രെയിൻ തിരുവനന്തപുരത്തെത്തും. മറിച്ച് നാം മംഗലാപുരത്തേക്കുള്ള ട്രെയിനാണ് കയറിയതെങ്കിലോ നമുക്കൊരിക്കലും തിരുവനന്തപുരത്ത് എത്താൻ കഴിയില്ല. ആ ട്രെയിൻ മംഗലാപുരത്തേക്കാണ് പോവുക. അതായത് നമ്മുടെ ലക്ഷ്യം തിരുവനന്തപുരമാണ്. അവിടത്തേക്ക് പോകുന്ന കൃത്യമായ വഴി നാം കണ്ടെത്തിയത് കൊണ്ട് ലക്ഷ്യം നാം മറന്നുപോയപ്പോഴും ശരിയായ മാർഗം നമ്മെ ശരിയായ ലക്ഷ്യത്തിൽ എത്തിച്ചു. അതുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയും തൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം എന്താണ്, ഗോൾ സെറ്റിംഗ് എന്ന് പറയും, നാം അത് സെറ്റ് ചെയ്യണം. ഇപ്പം നാം 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു എങ്കിൽ +1 +2 ഏതായിരിക്കണം എൻ്റെ വിഷയം? അതിനുശേഷം ഞാൻ ഏത് പ്രൊഫഷണൽ കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്? അതോ ഡിഗ്രിക്കാണോ ഞാൻ പഠിക്കുന്നത്? അങ്ങനെ ഓരോന്നിനെക്കുറിച്ചും കൃത്യമായ വിഷൻ ജീവിതത്തിൽ സെറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവരൊരിക്കലും ആശയക്കുഴപ്പമുണ്ടാകുന്നില്ല. +2 കഴിഞ്ഞു. ഒരാൾ പറഞ്ഞു ഇന്നേ കോഴ്സാണ് നല്ലത്, അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു. മറ്റൊരാൾ പറഞ്ഞു ആ കോഴ്സിന് ഇപ്പോൾ ചാൻസ് ഇല്ല, മറ്റൊരു കോഴ്സ് ചെയ്യാം. അങ്ങനെ സ്വന്തമായിട്ട് യാതൊരു അഭിപ്രായവുമില്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഇതിൻ്റെ പിറകെ നടന്ന് നമുക്കിഷ്ടപ്പെടാത്ത പല വിഷയങ്ങളും ഏറ്റെടുത്ത് പഠിച്ച് അതിൽ തോറ്റുപോകുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാം. അവിടെയാണ് ജീവിത ലക്ഷ്യം നാം സെറ്റ് ചെയ്യുക. ആ ജീവിത ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയും നാം ആസൂത്രണം ചെയ്യുക. ഉദാത്തമായൊരു ലക്ഷ്യം വേണം നമുക്ക് മുന്നേറാൻ. 2ാമത്തെ വരി ഏതാണ്? മഹത്വമാർന്നൊരു മാതൃക വേണം നമുക്ക് പിന്തുടരാൻ. നമുക്ക് ഫോളോ ചെയ്യണം. ആരെ? മഹത്തരമായ മാതൃകകൾ ജീവിതത്തിൽ കാണിച്ച മഹാത്മാക്കളെ. നിങ്ങളൊരു ശാസ്ത്രകാരനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ APJ അബ്ദുൽ കലാമിനെ ഫോളോ ചെയ്യണം. നിങ്ങളൊരു പോലീസ് ഓഫീസറാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്ര സത്യസന്ധരായ സമർത്ഥരായ പോലീസ് ഓഫീസേഴ്സിനെ നാം ഫോളോ ചെയ്യണം. ഇങ്ങനെ ജീവിതത്തിൽ നാം ആരായി തീരുവാൻ ആഗ്രഹിക്കുമ്പോഴും അതിൽ ഏറ്റവും നല്ല മാതൃകകളെ നാം തിരഞ്ഞെടുക്കണം. ഒരു അധ്യാപകനാകുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും നല്ല അധ്യാപകനായിരിക്കണം നമ്മുടെ മാതൃക. അപ്പം മഹത്വമാർന്നൊരു മാതൃക വേണം നമുക്ക് പിന്തുടരാൻ. കൃത്യമായ ഗുരുനാഥനെയാണ്, കൃത്യമായ മാതൃകയാണ്
നാം പിന്തുടരുന്നത് എങ്കിൽ നമുക്കും അവർ വിജയിച്ചതുപോലെ വിജയിക്കാം. അപ്പൊ ഉദാത്തമായ ലക്ഷ്യം നമ്മളിൽ വന്നു, മഹത്തരമായ മാതൃകയും വന്നാൽ മൂന്നാമത്തെ വരി എന്താണ്? മുളയ്ക്കുമപ്പോൾ അഗ്നിച്ചിറകുകൾ അതീവ ശക്തങ്ങൾ. അഗ്നിച്ചിറകുകൾ നമുക്ക് മുളയ്ക്കും, അതീവ ശക്തങ്ങളായത്. എന്താണ് അഗ്നിയുടെ പ്രത്യേകത? അത് സർവ്വതിനെയും നശിപ്പിക്കും. പക്ഷേ അതൊരിക്കലും സ്വന്തമായി നശിക്കില്ല. സർവ്വതിനെയും ശുദ്ധീകരിക്കും, എന്നാൽ ഒരിക്കലും സ്വയം അശുദ്ധമാവില്ല. പഞ്ചഭൂതങ്ങൾ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇതിൽ മൂന്നാമനാണ് അഗ്നി. അഗ്നിയാണ് എല്ലാത്തിനെയും നിലനിർത്തുന്നത്. അപ്പൊ അഗ്നിയുടെ ചിറകുകൾ എന്തിനു വേണ്ടി? വിദൂര തേജോലോകങ്ങളിലും പറന്നു ചെന്നിടാൻ. നാം ലക്ഷ്യം വെക്കുന്ന ഏത് മഹത്തായ ഉയർന്ന ലക്ഷ്യത്തിലും നമുക്ക് പറന്നെത്തുവാൻ മുളയ്ക്കുമപ്പോൾ അഗ്നിച്ചിറകുകൾ, അതീവ ശക്തങ്ങളായ അഗ്നിച്ചിറകുകൾ നമ്മുടെ മനസ്സിൽ മുളയ്ക്കുന്നു. നമ്മുടെ ചിന്തയും നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ബുദ്ധിയുമെല്ലാം ആ ശക്തിയെ ആരാധിക്കുന്നു. അങ്ങനെ ആ അഗ്നിച്ചിറകുകൾ വിദൂര തേജോലോകങ്ങളിലും പറന്നു ചെന്നിടാൻ, എത്ര വിദൂരത്തിലുള്ള ലോകത്തിലും എത്തിച്ചേരുവാൻ കഴിയുന്ന രീതിയിൽ നമ്മെ പ്രാപ്തരാക്കുന്നു എന്ന് ഈ മോട്ടിവേഷൻ സോങ്ങിന്റെ ആദ്യത്തെ 4 വരി നമ്മെ പഠിപ്പിക്കുന്നു. അടുത്ത 4 വരി നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നതോടൊപ്പം തന്നെ നമസ്കാരം. വന്ദേ മാതരം.